ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതേ മഹാനായ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത് ശിഹാബ് തങ്ങളെ അറബികളെ മുന്നിൽ വഷളാക്കാനും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ അതാ അറേബ്യയിൽ പോകുന്ന സമയത്ത് കൊടുക്കാനും വേണ്ടി ഈ മൗലവിമാര് ജൂതന്മാർക്ക് വേണ്ടി ചെയ്ത പരിപാടി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു മുസ്ലിമീങ്ങളെ. മർക്കസു സഖാഫത്തി സുന്നിയ നമ്മുടെ മർക്കസാണെങ്കിൽ മർക്കസു തർബിയത്തിൽ ഇസ്ലാമിയ, അതിന്റെ പ്രസിഡന്റാണ് ശിഹാബ് തങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായ ശിഹാബ് തങ്ങളെ സമസ്തയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ഈ സമസ്തക്കാര് മുഴുവനും ശിർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കണോ? ആ മർക്കസു തർബിയത്തിൽ ഇസ്ലാമി എന്ന സമസ്തയുടെ അപ്പുറത്തെ സമസ്തയുടെ ആ സ്ഥാപനവും അതിന്റെ പുറമെ വടക്കേ ഇന്ത്യയിൽ ചിലരൊക്കെ പോയിട്ട് കബറിന്റെ അടുക്കെന്ന് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളും കൂട്ടിക്കിണക്കി എന്നിട്ട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെടുത്ത് ആരെങ്കിലും വന്നാൽ ദിക്ർ എഴുതി കൊടുക്കലുണ്ട്. ശിഹാബ് തങ്ങളെ മക്കളും അത് ചെയ്യാറുണ്ട്. അങ്ങനെ എഴുതി കൊടുക്കുന്നത് കാണിച്ചിട്ട് പറയാണ്, ഇതാ ഇയാളാണ് ഇതിന്റെ നേതാവ്, ഇയാളാ പ്രസിഡന്റ്, എനിക്ക് സമസ്ത കേരള ജമിയത്ത് എന്ന സാധനമുണ്ട്, ശിർക്കിങ്ങനെ വിതരണം ചെയ്യാണ്, അതുകൊണ്ട് മുശരിക്കാണെന്ന് പഠിപ്പിക്കാൻ ഈ മൗലവിമാർ ചെയ്ത തോന്നിവാസം നിങ്ങൾ നേരിട്ടൊന്ന് കേട്ടോളൂ, മനസ്സിലാക്കൂ സഹോദരന്മാരെ, ലോകമൊട്ടാകെ. എന്നിട്ട് പറയും ഇയാൾ വലിയ രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അറബിയൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരെ സംഘടന പ്രസിദ്ധീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് തെമ്മാടിത്തമല്ലേ? അതൊന്ന് വെച്ച് കാണിക്കുമോനെ, എന്നിട്ട് പറയാ. ومن هذه المراكز البدعية في منطقة ملابورم مركز التربية الإسلامية يدار تحت إشراف سمست كيرلا جمعية العلماء، أكبر جمعية العلماء المسلمين المبتدعين. وهذه الجمعية هي التي تدير كثيرا من الأضرحة باسم الرجال أو النساء الأنوار الذين ليس لهم بالدين علاقة إلا أوهام مزعومة في مواليدهم ومناقبهم، وتجري تلك الأضرحة أدعية وصلوات وأذكار واستغاثة لغير الله تعالى. وبأموال هذه الأضرحة تدار المدارس والكليات والمعاهد والمساجد، وخريج هذه المعاهد كلهم أو جلهم سيصيرون دعاة إلى البدع والشرك. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാവരും അല്ലെങ്കിൽ ഏകദേശവും ശിർക്കിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന കക്ഷികളായിരിക്കും. സുന്നികളെ സ്ഥാപനത്തിന് 5 ദിവസം കിട്ടാതിരിക്കാൻ വേണ്ടി പറയാ. وأعداء لعقيدة أهل السنة والجماعة. وهذه المشاهد كلها مشاهد المقابر والضرائح التي تديرها سمست كيرلا جمعية العلماء، ويعتقدون أن الولي أو الولية يجيبون دعواتهم ويشفون أمراضهم ويخلصونهم من الفقر والآحاد، ويكتسبون أموالا طائلة من داخل البلاد وخارجها باسم المدارس والكليات واللاحقة بهذه الضرائح. ونرى في بوابة المركز الإسلامي في مامرا أيضا ضريحا صغيرا باسم ولي غير مغروف، وهذه القناديل وأكياس الحبوب نذور، حتى إن رئيس هذا المركز أيضا من دعاة الطقوس الباطلة. من دعاة الطقوس الباطلة. തെറ്റായ ബാത്തിലായ ആശയത്തിന്റെ പ്രബോധകന്മാരിൽ ഒരാളാണ്. ഇസ്ലാഹി സെന്റർ എഴുതിയിട്ടുണ്ടോ? ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദ ഇത് പുറത്തിറക്കിയത്. വരട്ടെ, തങ്ങളെ വീട്. يأتي الناس إلى منزله للتبرك ولشراء التمائم والتبلة. അള്ളാന്റെ റസൂല് വിരോധിച്ച തമായിമ് തിബലത്ത് എന്ന് പറയുന്ന, ഞാനത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അവിശ്വാസികളായ ആളുകൾ അവരുടെ പൂജ നടത്തിക്കൊടുക്കുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെയുള്ള കല്ലുകൾ, അത്തരത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ
പലരും വരികയാണ് എന്നിട്ട് കൊടുക്കുകയാണ് എന്നൊരു അതിക്രൈതി കൊടുക്കുന്നത് കാണിച്ചിട്ട്. وإنه وأسرته من أنصار البدع والخرافات في ربوع كيلة. അദ്ദേഹത്തിന്റെ കുടുംബവും ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് في ربوع كيلة കേരളയിൽ. مع أنه سياسي معروف. അദ്ദേഹം അറിയപ്പെട്ട രാഷ്ട്രീയക്കാരനായതോടുകൂടെ കാണിക്കുക തങ്ങളെ മക്കൾ വരുന്നുണ്ട്. തങ്ങളെ മക്കൾ എന്ന് പറഞ്ഞാല് ശിഹാബ് തങ്ങളെ കാലശേഷവും ആ കുടുംബം വിദേശത്ത് അറബികൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ളതാണ്. ഇനി അതാ ശിഹാബ് തങ്ങൾ ദ്വാർക്കുന്നത് കാര്യമായിട്ട് ദ്വാരല്ല പറ്റാത്തത്. സൂപ്പി സാഹിബ് അത് നരകത്ത് സൂപ്പി വെച്ചാ അയാളെയും കൊടുക്കണമെന്നുണ്ടോ? അതാരെ ബഷീർ തങ്ങളാ? പിന്നെ എങ്ങനെ ഓരോന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ നേതാക്കളെയും മുസ്ലിം നേതാക്കളെയും ഇവിടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, വിദേശ രാജ്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഗൂഢമായ ശ്രമം